ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ സാമ്പത്തിക വർഷത്തെ അതായത് ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ മറ്റൊരു IPO കൂടി വരുന്നു. ആ വിശേഷം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. 80 ജുവല്ലേഴ്സ് ലിമിറ്റഡ് എന്നൊരു ചെറിയ IPO ആണ് ഇത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. മാർച്ച് 31 മുതൽ ഏപ്രിൽ 5 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 27 ലക്ഷം ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. പുതുതായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന അത്രയും ഓഹരികൾ വിറ്റ് ആണ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതിൽ ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല, എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ്. ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എയ്റ്റി ജുവല്ലേഴ്സ് ലിമിറ്റഡ് ഛത്തീസ്ഗഡിലെ റായ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജ്വല്ലേഴ്സാണിത്. ഇവരുടെ മെയിനായിട്ടുള്ള ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ് അനൂപ് ചന്ദ് തിലോക് ചന്ദ് ജ്വല്ലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ് ഈ 80 ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ജ്വല്ലറീസ്, ജ്വല്ലറീസ്, ഓർണമെൻറ്റ്സ്, വാച്ചസ്, പിന്നെ ലക്ഷറി ആർട്ടിക്കിൾസ്, അതായത് ഗോൾഡ് കൊണ്ടും സിൽവർ കൊണ്ടും ഡയമണ്ട്, പ്ലാറ്റിനം എന്നിവയൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതും പ്രഷ്യസും സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ പതിച്ചിട്ടുള്ള വസ്തുക്കൾ വിൽക്കുന്ന ജ്വല്ലേഴ്സാണ് 80 ജ്വല്ലേഴ്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. 80 ജ്വല്ലേഴ്സിൻ്റെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. റിങ്സ്, ഇയർ റിങ്സ്, ആംലെറ്റ്, പിന്നെ പെൻഡാൻസ്, ഗജറ, നോസ് റിങ്സ്, ബ്രേസ്ലെറ്റ്സ്, ചെയിൻസ്, നെക്ലസ്, ബാംഗിൾസ്, പിന്നെ ലക്ഷറി വാച്ചസ്, വെഡ്ഡിങ് ജ്വല്ലറി, അങ്ങനെ പോകുന്നു അവരുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതായത് ഹൈ എൻഡ് ക്ലയൻസിൻ്റെ, മിഡ് മാർക്കറ്റ് ക്ലയൻസിൻ്റെയും എല്ലാം ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. നല്ല നിലയിൽ തന്നെ BIS ഹോൾമാർക്ക് മുദ്രകളുള്ള ജ്വല്ലറികൾ മാത്രം വിൽക്കുന്ന, ക്ലയൻസിനെ നേരിട്ട് അവരുടെ ഷോറൂം വഴി വിൽപ്പന നടത്തുന്ന ജ്വല്ലേഴ്സായിട്ട് ഇരിക്കുന്ന ഈ കമ്പനി 2021 അനൂപ് ചന്ദ് തിലോക് ചന്ദ് ജ്വല്ലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ വലിയ ജ്വല്ലേഴ്സുമായിട്ട് ഒരു ടൈപ്പിലെത്തുന്നത്. അങ്ങനെ ATJPL എന്ന് പറയുന്ന ഈ വലിയ ജ്വല്ലറിയുടെ ഫ്രാഞ്ചൈസി, മാസ്റ്റർ ഫ്രാഞ്ചൈസി ആയിട്ട് ഇവർ മാറുകയും സബ് ഫ്രാഞ്ചൈസി കൊടുക്കാനായിട്ടുള്ള അനുവാദം ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുകയും എല്ലാം ചെയ്തതിനെ തുടർന്ന് കോർബയിലും ബിലാസ്പൂരിലും അവർ അത്തരത്തിൽ ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ ആരംഭിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ SME കാറ്റഗറിയിൽ പെടുന്ന ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് 100% ഓഹരികൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തിലോക് ചന്ദ് ബർദിയ, നികേഷ് ബർദിയ, നിതിൻ കുമാർ ബർദിയ എന്നീ 3 പേരാണ് പ്രധാനമായിട്ടുള്ള പ്രൊമോട്ടേഴ്സ്. അതിൽ തിലോക് ചന്ദ് ബർദിയയുടെ ചിത്രമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് CEO, കമ്പനിയുടെ CEOയും അദ്ദേഹമാണ്. IPOയ്ക്കായിട്ട് എത്തിയിട്ടുള്ള ഈ SME കമ്പനിയുടെ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് അവരുടെ ബ്രാൻഡ് നെയിമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. അത് കൂടാതെ കസ്റ്റമേഴ്സുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പും അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്, അത് കൂടാതെ പ്രോഡക്റ്റ് റേഞ്ച്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസിലുള്ള പ്രോഡക്റ്റുകൾ അവരുടെ ഒരു കരുത്തായിട്ട് പറയുന്നുണ്ട്. പിന്നെ പ്രൈം ലൊക്കേഷനിലുള്ള ഷോറൂമുകളും. പിന്നെ ഈ ഇഷ്യൂ വഴി സമാഹരിക്കുന്ന ഫണ്ട് അവർ വർക്കിംഗ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ കമ്പനിയുടെ കോർപ്പറേറ്റ് എക്സ്പെൻസസ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുമാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കാം. റവന്യൂ നോക്കുകയാണെങ്കിൽ 2019 ധനകാര്യ വർഷത്തിൽ 81.92 കോടി രൂപയാണ് അവരുടെ റവന്യൂ ആയിട്ട് കാണുന്നത്. ആ വർഷം അവരുടെ നെറ്റ് ഇൻകം 1 കോടിയാണ്. അതുപോലെ തന്നെ 2020 ആയപ്പോൾ, 2020ൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവിടെ 64.91 കോടിയാണ് റവന്യൂ വന്നിരിക്കുന്നത്. ആ വർഷം അവരുടെ നെറ്റ് ഇൻകം 1.55 കോടി രൂപയാണ്. എന്നാൽ 2021 ആയപ്പോഴേക്കും 78.69 എന്നുള്ള നിലയിലേക്ക്, 81 2019 ആയിരുന്നത് 64 കുറഞ്ഞിട്ടുണ്ട് 2020. അവിടെ അടുത്ത വർഷമായപ്പോൾ 2021 ആയപ്പോഴത്തേക്ക് അത് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്, 78.69 കോടി ആയിട്ട് വർദ്ധിച്ചു. അവിടെ നെറ്റ് ഇൻകം 3.77 കോടി രൂപയായിട്ട് നെറ്റ് ഇൻകത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ അർദ്ധവാർഷികം, ഈ വർഷത്തെ, ഈ ധനകാര്യ വർഷത്തെ പകുതി വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 44.36 കോടിയാണ് റവന്യൂ. അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 0.83 crores ആണ്.
അപ്പോൾ ഇൻകൺസിസ്റ്റൻസി എന്നൊക്കെ പറയാമെങ്കിൽ പോലും നമുക്കറിയാം കാരണങ്ങൾ. ഇത് കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും അത്ര വലിയ ഇൻകൺസിസ്റ്റൻസി ഒന്നും ഇതിൽ കാണാനില്ല. എന്നാൽ സാധാരണ നിലയിലുള്ള ഒരു ജ്വല്ലേഴ്സ് എന്നുള്ള നിലയിൽ, വളർന്നു വരുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ കാണുന്ന ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓഫർ ഡോക്യുമെൻ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ പിയർ കമ്പനികളായിട്ട് കാണുന്നത് പാഡിയം ജ്വല്ലേഴ്സ്, രാധിക ജ്വൽടെക്, DP അഭൂഷൺ, PC ജ്വല്ലേഴ്സ്, കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയിട്ടുള്ള ജ്വല്ലേഴ്സാണ്. പക്ഷേ ഇതൊരു SME കമ്പനിയാണ് എന്നുള്ള നിലയിൽ നമുക്ക് ആപ്പിൾ ടു ആപ്പിൾ എന്നുള്ള ലെവലിൽ ഇവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അടുത്ത കാലത്തൊന്നും, കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഡിവിഡൻഡ് ഒന്നും 80 ജ്വല്ലേഴ്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 5.03 ആണ്. പിന്നെ P റേഷ്യോ അത് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 8.15 ആണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 40.58%, ബുക്ക് വാല്യൂ 12.39 പെർ ഷെയറുമാണ്. പിന്നെ ഈ കമ്പനി ഇഷ്യൂ കഴിയുമ്പോൾ ഒരു 41.82 കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. മാർച്ച് 31-ാം തീയതി ഇഷ്യൂ ഓപ്പൺ ചെയ്യും. ഏപ്രിൽ 5-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിന് ഫിക്സഡ് പ്രൈസ് ആണ്, അല്ലാതെ പ്രൈസ് ബാൻഡ് അല്ല. 41 രൂപയാണ് ഒരു ഓഹരിക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ്. ഫ്രഷ് ഇഷ്യൂ ആണ് എല്ലാം. 11.07 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഇഷ്യൂ ആണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 27 ലക്ഷം ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. ആ 27 ലക്ഷം ഓഹരികൾ ഫ്രഷ് ഓഹരികളാണ്. അത് വിറ്റഴിക്കുമ്പോഴാണ് 11.07 കോടി രൂപ റേസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് SME ആയതുകൊണ്ട് ലോട്ട് സൈസ് ഉണ്ട്. 3000 ഈ ഓഹരിയുടെ ലോട്ട് സൈസ്. ഇത് സെക്കൻഡറി മാർക്കറ്റിൽ എത്തുമ്പോഴും 3000-ഓ 3000-ന്റെ ഗുണിതങ്ങളോ ആയിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഓഹരിയായിട്ടോ 2 ഓഹരിയായിട്ടൊന്നും വാങ്ങാനും വിൽക്കാനും ഒന്നും സാധിക്കില്ല. 3000 ആയിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ ഇത് ചെറുകിടക്കാർ ഇതിൽ ഇടപെടണം എന്ന് ഞാൻ പറയാറില്ല. സാധാരണ നിലയിൽ ഇതെപ്പോഴും റിസ്ക് ആപ്പിറ്റൈറ്റ് ഉള്ള കുറച്ച് ഫണ്ട് കയ്യിലുള്ള ആളുകൾ മാത്രമേ ഇതിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. അതും നിങ്ങൾ 2 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം വേണം. ജ്വല്ലേഴ്സാണ്, അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച്, ഈ ബിസിനസ് മോഡലിനെ കുറിച്ചും എല്ലാം പഠിച്ചതിന് ശേഷം 2 പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് വരാവൂ. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓഹരി അല്ല എന്നുകൂടി എടുത്തു പറയട്ടെ. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 50%ഉം റീറ്റെയിലേഴ്സിന് അലോട്ട് ചെയ്യുന്നുണ്ട് സെബി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. SME ഓഹരികളെല്ലാം തന്നെ 50%ഉം റീറ്റെയിലേഴ്സിന് കൊടുക്കാറുണ്ട്. ഇത് BSEയുടെ SME പ്ലാറ്റ്ഫോമിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. NSEയിൽ ഇല്ല, BSEയിൽ മാത്രമേ ഇത് ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബ്രോക്കർ BSEയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ, BSE SMEയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഒന്ന് അന്വേഷിച്ചേക്കുക ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. AT ജ്വല്ലേഴ്സിൻ്റെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ഹെം സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഈ ഹെം സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ മെർച്ചൻ്റ് ബാങ്കർ 14ഓളം ഇഷ്യൂകൾ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അവർ മാനേജ് ചെയ്തതിൽ 2 മാത്രമേ മോശമായിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ലീഡ് മാനേജറാണ് എന്നുള്ളതൊന്ന് നിങ്ങളോടൊന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞൊന്ന് മാത്രം. പിന്നെ അലോട്ട്മെൻറ്റ് ഡേറ്റും ലിസ്റ്റിംഗ് ഡേറ്റും ഒന്നും ഇതുവരെ അറിവായിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഫ്രണ്ട്സ്, AT ജ്വല്ലേഴ്സ് IPOയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻ്റ് ഇടാനും മടിക്കരുത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.